പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടി കർത്താവ് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ, സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ, ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയെന്നീ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ പ്രഭാതമാണല്ലോ. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വലിയ കൃപകളെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ വകയുണ്ടല്ലോ. ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നുകരത്തിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുക. നടത്തിയ ദൈവം, പുലർത്തിയ ദൈവം, സങ്കടങ്ങളിലും കൂടെ ഇരുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ഞൊടിയിടയിലുള്ള അപകടങ്ങൾ, അനർത്ഥങ്ങൾ വരേണ്ട സമയത്തും പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ച് നടത്തിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തുതിപ്പാൻ വകയുണ്ട് പ്രിയരെ. ആമേൻ. നമ്മുടെ കൂടെ യാത്ര ചെയ്ത എത്രയോ പേർ ഈ ഞായറാഴ്ച കാണുവാൻ കഴിയാതെ ഭൂപരപ്പിൽ നിന്ന് പല നിലയിൽ മാറ്റപ്പെടുമ്പോൾ ഈ പ്രഭാതം പരിശുദ്ധാത്മാവ് നമ്മോട് പിന്നെയും സംസാരിക്കട്ടെ. ഇന്നത്തെ ആമേൻ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വേദാംശം ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ താല്പര്യപ്പെടും. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. എന്നാൽ ഇത് തലക്കെട്ട് ആമേൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുവിനെ നേരിടേണ്ടതിനുള്ള ധൈര്യമാണ് ദാവീദിന് ദൈവം നൽകിയിരിക്കുന്നത്. എന്തിനാണ്? ശത്രുവിനെ നേരിടേണ്ടതിനുള്ള ധൈര്യം. അപ്പോൾ ഈ സങ്കീർത്തന ഭാഗത്ത് നമുക്കറിയാം, അത് വായിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇതിൻ്റെ ഓരോ വാക്കുകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും ശത്രു ജയിക്കില്ല എന്നുള്ള ഉറപ്പ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതാണ് ദാവീദ് പറയുന്നത്, ഈ ശത്രുവിൻ്റെ മേൽ എനിക്കൊരു ജയം ദൈവം ഉറപ്പായിട്ടും തരും എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടെയാണ് ദാവീദ് മുൻപിലോട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രാത്രിയിലെ ചിന്തകൾ. ആമേൻ. സ്തോത്രം. ആമേൻ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചപ്പോൾ രാത്രിയാമങ്ങളിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാൻ കഴിയും. പല വിപത്തുകളും പ്രശ്നങ്ങളും വേദനകളും ദാവീദിൻ്റെ ജീവിതത്തിൽ നേരിട്ടു എങ്കിലും അവിടെ എല്ലാം സ്വർഗത്തിലെ ദൈവം ദാവീദിനെ വളരെ ശക്തമായി ആമേൻ കരങ്ങളിലെടുത്തു എന്നുള്ള കാര്യം തർക്കമില്ല കേട്ടോ. ഇന്ന് പകലിൽ നോക്കൂ, സങ്കീർത്തന വേദാംശം വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഒരു അഭിഷക്ത തലമുറയ്ക്ക് പറയാൻ കഴിയുന്ന ഒരു
യഥാർത്ഥമായൊരു ആമേൻ ദൂതാണ്. നീയാണ് എൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആമേൻ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൻ്റെ ആമേൻ എല്ലാ ക്രെഡിറ്റും ദൈവമേ നിനക്കാണ്. ഇവിടെ അതാ പറയുന്നത്, സ്തോത്രം, എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും. കണ്ടോ? അപ്പോൾ നീ എൻ്റെ ചുറ്റും പരിചയമാണ്. അടുത്ത് പറയുന്നത് നീ എൻ്റെ മഹത്വമാണ്. പറയാൻ പറ്റുമോ ഇന്ന് പകൽക്കാലം, കർത്താവേ നീ എന്നെ നടത്തിയത് മാത്രമല്ല, എൻ്റെ സകല കാര്യങ്ങളിലും ആമേൻ സ്തോത്രം ഇറങ്ങി നിന്ന ദൈവം നീയാണ് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ഒരു ദൂത്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം ദാവീദിൻ്റെ തല കുനിക്കപ്പെടുവാൻ ശത്രു പക്ഷം ആമേൻ വളരെ പരിശ്രമിച്ചെങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും അറിയാൻ കഴിയാത്ത രഹസ്യങ്ങളിൽ കൂടെയെല്ലാം ദൈവം അവനെ നടത്തി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുജന്മാരുടെയൊക്കെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്യുന്നത്. ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ചിന്തിക്കണം കേട്ടോ. എത്രയോ വട്ടം നിങ്ങളുടെ താഴ്ച കാണാൻ, നിങ്ങളുടെ തകർച്ച കാണാൻ നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ ആമേൻ വിചാരിച്ചെന്നറിയാമോ? മാതാപിതാക്കൾ വിചാരിച്ചെന്നറിയാമോ? പക്ഷെ അവരുടെ നടുവിൽ വച്ച് ആമേൻ സ്തോത്രം സകല മഹത്വത്തിൻ്റെയും ഉറവിടത്തിൻ്റെയും ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൽ രാജാവാക്കിയെങ്കിൽ ഇന്ന് ഈ വിശുദ്ധമായ കർത്തൃദിവസത്തിൽ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ആമേൻ ആമേൻ എൻ്റെ തല ഉയർത്തുന്നവനും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് പലപ്പോഴും ഞാൻ പറയാനുള്ള ഒരു അധ്യായം. ആമേൻ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. എന്നാൽ 11-ാമത്തെ സങ്കീർത്തനത്തിൽ തലക്കെട്ടിങ്ങനെ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ സങ്കേതം മാത്രമല്ല, ഏത് സമയത്തും ഓടിച്ചെന്ന് ആശ്രയിപ്പാനുള്ളൊരു സങ്കേതം. വേദന വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ആമേൻ ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്ന നാഴികയിലും അതേ നിമിഷങ്ങളിലും കർത്താവിൻ്റെ പാദപീഠത്തിൽ പോയി മുഴങ്കാൽ മടക്കാൻ ആമേൻ നമുക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സ്തോത്രം, ചില അനർത്ഥങ്ങൾ അസംഖ്യമായി പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചില അനർത്ഥങ്ങൾ ഈ പ്രഭാതത്തിൽ അസംഖ്യമായി പോകുന്നു. വാഹനങ്ങളെ ദൃഷ്ടി വയ്ക്കുന്ന, കുടുംബങ്ങളെ ദൃഷ്ടി വയ്ക്കുന്ന, തലമുറകളെ ദൃഷ്ടി വയ്ക്കുന്ന ചില അനർത്ഥങ്ങൾ ഈ പ്രഭാതത്തിൽ അസംഖ്യമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവപൈതലെ, ദൈവത്തിൻ്റെ വലിയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവ് ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം മത്തായി സുവിശേഷം 22:44 പറയുന്നു, ശത്രുക്കൾ അവൻ്റെ കാൽ കീഴാക്കും. ഹല്ലേലൂയ. ആമേൻ. ശത്രുക്കൾ എന്ത് ചെയ്യും? അവൻ്റെ കാൽ കീഴ്. ഹല്ലേലൂയ. അപ്പോൾ ശത്രുക്കളെ കാൽ കീഴാക്കണമെങ്കിൽ ആമേൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ആമേൻ പുരോഹിതൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ആ ആമേൻ ആമേൻ ആ ഒരു അന്തരീക്ഷത്തിനകത്ത് താൻ നിൽക്കുമ്പോഴാണ് പറയുന്നത്, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലേക്ക് നിങ്ങളുടെ കാൽച്ചുവടുകൾ വയ്ക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ആമേൻ സ്തോത്രം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം പറഞ്ഞല്ലേ, ദൈവം പോലും ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ സമയത്ത്, ദൈവം പോലും നിന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ സമയത്ത്, ആമേൻ ഹല്ലേലൂയ, ദൈവം പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത്,
നിനക്ക് ആരോഗ്യത്തോടെ യാത്ര ചെയ്യാൻ എൻ്റെ കർത്താവ് നിന്നെ സഹായിച്ചില്ലേ? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ ഇടപെടുന്നു. ആമേൻ, സ്തോത്രം. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും. കണ്ടോ, ചുറ്റും പരിചയം മാത്രമല്ല, എൻ്റെ മഹത്വം. അടുത്ത് പറയുന്നു, എൻ്റെ തല ഉയർത്തുന്നവൻ. ദാവീദ് പറയുക, എൻ്റെ തല. ആമേൻ. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ആമേൻ നേരിടേണ്ടതിനുള്ള വിജയം. കാരണം തൻ്റെ മകനായ അബ്ശലോം, ഹല്ലേലൂയ, ആമേൻ, അവനെ കൊല്ലാൻ, ദാവീദിനെ കൊല്ലാൻ, സ്വന്തം പിതാവിനെ കൊല്ലാൻ പ്ലാനും പദ്ധതിയിട്ട് തന്നെ തുരത്തുമ്പോൾ ദാവീദ് അവൻ്റെ മുമ്പിൽ ഓടിയപ്പോൾ പാടിയൊരു സങ്കീർത്തനമാണ്. അതാണ് തലക്കെട്ട് പറഞ്ഞത്. ശത്രുവിന് നേരിടേണ്ട ഒരു ധൈര്യം, ആമേൻ, ഹല്ലേലൂയ, ദാവീദിന് ദൈവം നൽകി. ശത്രുവിനെ നേരിടുവാനുള്ള ഒരു ധൈര്യം. ഇന്ന് പകലിൽ ആ ഒരു ധൈര്യത്തിലേക്ക് ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്ന് യോശുവയോട് പറഞ്ഞതുപോലെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. കേൾപ്പിച്ച ദൈവാലോചന മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. നിന്റെ തല ഉയർത്തും ദൈവം. ആമേൻ. ഈ നവംബർ മാസം 30-ാമത്തെ ദിവസം പറയുന്നു, നിന്റെ തല ഉയർത്തുന്നൊരു ദൈവമാണ് ദേശത്ത്. ഹല്ലേലൂയ. പരിശുദ്ധനെ അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. ഇത് കേൾക്കുന്ന കേൾവിക്കാരെ ഏതെല്ലാം രാജ്യത്തിരുന്ന് കേൾക്കുന്നുവോ അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ടും. കർത്താവെ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട വിജയങ്ങൾ ദൈവം നൽകി. ആമേൻ. ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ദൈവം മാനിക്കണം. ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം തലമുറകൾ നൽകി ദൈവം അവരെയൊക്കെ മാനിക്കണമേ. ഒരു ഭാവി ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരു ജോലിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവം അവരെ മാനിക്കണമേ. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.